ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ വർഷം ഇതേ ദിവസം, അതായത് ഒക്ടോബർ 15-നാണ് ഏതാണ്ട് ഒരു 3-4 മണിയായ സമയത്ത് കണ്ണൂരില് ഒരു എടിയം അപമാനിക്കപ്പെടുന്നത്. അന്ന് രാത്രിയാണ് അദ്ദേഹം ഇവിടുന്ന് ജീവിതം അവസാനിപ്പിച്ച് പോയത്. നവീൻ ബാബു എന്നുള്ള പേര് ഇടയ്ക്കൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ അത് സാധാരണ ഒരു വാർത്തയായി തീർന്നു, അല്ലെങ്കിൽ മറഞ്ഞുപോയി. മാധ്യമങ്ങളൊക്കെ അത് മറന്നുപോയി എന്നുള്ളത് വസ്തുതയാണ്. ഇടയ്ക്കൊക്കെ നമ്മൾ ചില വാർത്തകൾ പറഞ്ഞിരുന്നെങ്കിലും ഈ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ അതിന്റെ ചില സത്യങ്ങൾ, അതായത് ഇതുവരെ നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ, ചില നാൾവഴികളുണ്ട്. ആ നാൾവഴികൾ ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും ഷെയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പരാതികൾ കൊടുത്തിട്ട് ആ പരാതിക്കൊക്കെ എന്ത് സംഭവിച്ചു, എന്തൊക്കെയാണ് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, പോലീസ് ഒഴിവാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ പൊതുമണ്ഡലത്തിലേക്ക് ഇട്ടുകൊടുക്കേണ്ടതുണ്ട്. കാരണം നമ്മളൊക്കെ ഓരോ ജീവിതങ്ങളാണ്. സ്വന്തം പാർട്ടിയിലെ സ്വന്തം അണിക്ക് പോലും, അല്ലെങ്കിൽ ഒരു യൂണിയന്റെ പ്രതിനിധിക്ക് പോലും, സ്വന്തം പാർട്ടിക്കാരന് പോലും ഇതാണ് ഗതി എന്നുണ്ടെങ്കിൽ ആ പാർട്ടിയിലല്ലാത്ത, CPM-ലല്ലാത്ത മറ്റൊരാളുടെ ഗതി എന്തായിരിക്കുമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്. നവീൻ ബാബുവിനെ ഇല്ലാതാക്കിയതാണോ, അതായത് ജീവൻ ഒടുങ്ങിയതാണോ, ഒടുക്കിയതാണോ, ഇത് ഇന്ന് വരെ തെളിയിക്കാത്ത കാര്യം. ഇതിനെക്കുറിച്ച് അന്വേഷണമൊക്കെ കെങ്കേമമായിട്ട് നടന്നു, പക്ഷെ യാതൊരു ഒരു വർത്തമാനവും അതിനെ സംബന്ധിച്ച് പുറത്തു വന്നില്ല. നമുക്കറിയാവുന്ന ഒരു കാര്യം, PP ദിവ്യ എന്ന അന്നത്തെ കണ്ണൂരിലെ ഏറ്റവും ശക്തയായ ആ ഒരു പ്രതിനിധിയുടെ, ഒരു പ്രവർത്തകയുടെ ആ വേദിയിൽ ക്ഷണിക്കാതെ വന്നുള്ള സംസാരം, ആ സംസാരത്തിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തു എന്നാണ് പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത്. പിന്നീട് ആ പ്രചരിപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ ചില അസഹിഷ്ണുതയും ചില സംശയങ്ങളും തോന്നിയിട്ട് അത് കൊന്നു കെട്ടി തൂക്കിയതാണ് എന്നും വന്നു. കാരണം ആ പരിസര പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ചില ചോദ്യങ്ങൾക്ക് മറുപടി വന്നില്ല. നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയതിനു ശേഷം തിരിച്ചു വന്നതായിട്ടുള്ള രേഖകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. താക്കോൽ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊന്നും കിട്ടിയില്ല. അങ്ങനെ പല വിവരങ്ങളും കിട്ടി. ഇതിനെല്ലാം പുറമെയാണ് ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന മറ്റു ചില ചോദ്യങ്ങൾ. സത്യത്തിൽ എന്തിനാണ് നവീൻ ബാബു ഇങ്ങനെ കൊല്ലപ്പെടാൻ അല്ലെങ്കിൽ മരണപ്പെടാൻ കാരണം? അദ്ദേഹം അഴിമതിക്കാരനായിരുന്നില്ല എന്നത് തന്നെയാണ്. അവിടെ നടന്നിട്ടുള്ള, കണ്ണൂരിൽ നടന്നിട്ടുള്ള സകലവിധ അഴിമതിക്കും കൂട്ടുനിൽക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് അർഹമായ ട്രാൻസ്ഫർ, അതായത് അവസാന കാലം അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയിലേക്ക്, സ്വന്തം തട്ടകത്തിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കുക എന്നുള്ളത് കേരളത്തിൽ ഇന്ന് വരെ ഉള്ള ഒരു കീഴ്വഴക്കമാണ്, ചട്ടമാണ്. അപ്പോൾ അതുപോലും നിഷേധിക്കപ്പെട്ട് കണ്ണൂരിൽ തുടരുമ്പോൾ സ്വന്തം ആ വകുപ്പ് മന്ത്രിയുടെ തന്നെ യൂണിയനിലുള്ള ഒരു വിഭാഗത്തിന്റെ കയ്യും കാലും പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സ്വാധീനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സ്ഥലം മാറ്റം വാങ്ങേണ്ടി വന്നു. അതായത് കണ്ണൂരിലുള്ള അവരുടെ ആ പ്രവർത്തകരുടെ, അല്ലെങ്കിൽ CPM-ന്റെ ഈ നവീൻ ബാബുവിന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരുടെ, അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തത് കൊണ്ട് നവീൻ ബാബുവിനെ ഒടുക്കാനായി കാത്തു നിൽക്കുന്നവരുടെ ആ ഇടപെടലിനെ കടത്തിവെട്ടിക്കൊണ്ട് സ്വന്തം നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നല്ലൊരു യാത്രയപ്പ് തന്നെ കൊടുക്കണം എന്ന് അവിടുത്തെ നേതൃത്വം, കണ്ണൂരിലെ CPM തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് രാഷ്ട്രീയമായി അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ ശീലം അങ്ങനെയാണല്ലോ. അവരുടെ എതിരാളികൾ ആരായാലും അവരെ ഏത് വിധേനയും ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അവരുടെ കുടുംബമോ അവരുടെ ജീവിതമോ ഒന്നും നോക്കാറില്ല. സ്വന്തം കുടുംബാംഗമായിട്ടുള്ള TP ചന്ദ്രശേഖരന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ എങ്ങനെയാണ് സംഭവിച്ചത്. അതും ഒരു ഇലക്ഷന്റെ തലേന്നാണ് അത് സംഭവിക്കുന്നത്. പിന്നെയാണോ ഒരു നവീൻ ബാബു എന്ന് പറയുന്നത്? അതുകൊണ്ട് തന്നെ നല്ലൊരു യാത്രയപ്പ് ചടങ്ങ് കൊടുക്കാൻ അവർ തീരുമാനിക്കുന്നു. അതിന് ഇതുവരെ ഇല്ലാത്ത ഒരു കീഴ്വഴക്കം. ഇത്തരത്തിൽ യാത്രയപ്പ് എന്ന് പറയുമ്പോൾ സാധാരണ പെൻഷൻ പറ്റി പിരിഞ്ഞു പോകുമ്പോഴാണ് ഒരു യാത്രയപ്പ് ഉണ്ടാകല്. ഇവിടെ മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറി പോകുമ്പോൾ ഒരു യാത്രയപ്പ് ചടങ്ങോട് ഉണ്ടാക്കുന്നു. ആ യാത്രയപ്പ് ചടങ്ങിൽ PP ദിവ്യ വന്ന് സംസാരിക്കുന്നത് വളരെ അധിക്ഷേപിച്ചുകൊണ്ട് 2 ദിവസത്തിന് കാണിച്ചു തരാം എന്നുള്ള ഭീഷണി അടക്കം പറയുന്നു. ഇതിനെല്ലാം പുറമെ ഒരു പ്രാദേശിക ചാനൽ ക്യാമറമാനെ വിളിച്ചു വരുത്തി ഈ നവീൻ ബാബുവിനെ ആക്ഷേപിക്കുന്ന ഭാഗം മാത്രം റെക്കോർഡ് ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ എമ്പാടും പ്രചരിപ്പിച്ച് നാണം കെടുത്തുന്നു. അതായത് ഏത് ജില്ലയിലേക്കാണോ പോകേണ്ടത് ആ ജില്ലയിൽ പ്രത്യേകിച്ചും അവിടെ വിതരണം നടത്തിക്കൊണ്ട് വരാൻ പോകുന്ന ഒരാൾ ഇങ്ങനെയുള്ള ഒരുത്തനാണ്, കൈക്കൂലി വീരനാണ്, അഴിമതി കള്ളനാണ് എന്നൊക്കെ നിലയിൽ പ്രചരിപ്പിച്ച് അദ്ദേഹത്തെ മാനം കെടുത്തുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതല്ലേ അന്ന് അവിടെ സംഭവിച്ചത്? അത്തരത്തിൽ നവീൻ ബാബുവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല PP ദിവ്യ അന്ന് അവിടെ വന്ന് സംസാരിച്ചെങ്കിൽ എന്തിനാണ് ഇത്തരത്തിലൊരു ക്യാമറമാനെ അവരുടെ ആ സ്വകാര്യ ചടങ്ങെന്നാണല്ലോ പറഞ്ഞത്, ആ സ്വകാര്യ ചടങ്ങിലേക്ക് എന്തിനാണ് ഒരു ക്യാമറമാനെ കൊണ്ടുവന്നത്? അതും ഈ ഒരു പ്രോഗ്രാം മാത്രം ഷൂട്ട് ചെയ്ത് അവിടെ നിന്ന് സ്ഥലം കാലിയാക്കുകയും ചെയ്തു. എന്തായിരുന്നു PP ദിവ്യ അന്ന് അവിടെ പറഞ്ഞിരുന്നത്? നവീൻ ബാബു കൈക്കൂലി വാങ്ങി ഒരു പമ്പിന് അനുമതി നൽകി എന്നാണ്. പ്രശാന്തൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പമ്പിന് കൈക്കൂലി വാങ്ങിക്കൊണ്ട് അനുമതി നൽകി എന്നാണ്. പിന്നീട് പറയുന്നത് കേട്ടു നവീൻ ബാബു ഈ പ്രശാന്തന്റെ ആ പമ്പിന് അനുമതി കൊടുക്കാതിരിക്കുകയായിരുന്നു. അതിന് കാരണമുണ്ട്. വളവില്
അതുപോലുള്ള പ്രദേശത്തൊന്നും അനുമതി കൊടുക്കില്ല. പക്ഷേ പിന്നീട് മനസ്സിലാകുന്നത് നവീൻ ബാബുവിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ യാതൊരു അമാന്തവും ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. അപ്പോൾ പമ്പുമായി ബന്ധപ്പെട്ട കാര്യമല്ല, പമ്പ് ഒരു കാരണമാക്കി വെക്കുകയാണ്. അതായത് ഇദ്ദേഹത്തെ അഴിമതിക്ക് കൂട്ട് കിട്ടാത്തത് കൊണ്ട് ഇവിടെ നടന്നിട്ടുള്ള അഴിമതി കഥകൾ മുഴുവൻ നവീൻ ബാബുവിന് അറിയാം. ആ അറിയുന്ന കഥകളുമായി നേരെ അദ്ദേഹത്തിന്റെ തട്ടകത്തിലേക്ക് പോയാൽ അദ്ദേഹം അത് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കണ്ണൂരിലെ ഈ പറയുന്ന ലോബിക്ക്, അഴിമതി ലോബിക്ക് അതൊരു തടസ്സമായിരിക്കും. അപ്പോൾ ജീവനോടെ നവീൻ ബാബു പത്തനംതിട്ടയ്ക്ക് പോകാൻ പാടില്ല, അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോകാൻ പാടില്ല എന്നത് കണ്ണൂരിലെ CPM നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ അവിടുത്തെ അഴിമതി ലോബിയുടെയൊക്കെ ആവശ്യമായി വരികയാണ്. നവീൻ ബാബുവിന്റെ മരണശേഷം അവരുടെ കുടുംബം, നവീൻ ബാബുവിന്റെ ഭാര്യ കൊടുത്തിട്ടുള്ള കേസ്, അവരുടെ അവസ്ഥ നമുക്കറിയാം. ഇന്നും ഒരു ശോകമുഖമായ ഒരു മുഖഭാവമാണ് അവരെ കണ്ടു കഴിഞ്ഞാൽ. ഒരു നിരാശയാണ്. അവരെ കേസ് എവിടെ എത്തിയിട്ടില്ല. ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് പോകേണ്ട ആ സ്ഥാനത്ത് ഹൈക്കോടതിയിൽ സ്വന്തം വക്കീൽ തന്നെ ചതിച്ചു, അല്ലെങ്കിൽ അവിടെ പാർട്ടി സ്വാധീനിച്ചു. സ്വാധീനിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ആശ്രയം അണഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് അർഹമായ നീതി, തന്റെ ഭർത്താവ് എങ്ങനെ മരിച്ചു എന്ന് പോലും കണ്ടെത്താൻ കഴിയാത്ത വിധം അത് ഒന്നും അല്ലാതായി തീർന്നു. ആകെ ഉള്ളത് PP ദിവ്യ എന്ന ഒരാളുടെ പ്രതിസ്ഥാനമാണ്. അതും ആത്മഹത്യ പ്രേരണാ കുറ്റം. ആ പ്രേരണാ കുറ്റമാകട്ടെ കോടതിയിൽ നിലനിൽക്കാതിരിക്കാൻ തക്കവണ്ണമുള്ള എല്ലാ കാര്യങ്ങളും നിലവിൽ പോലീസ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. നവീൻ ബാബുവിന്റെ കുടുംബത്തിനും നവീൻ ബാബുവിന് നീതി ലഭിക്കണം എന്ന് ആഗ്രഹിച്ച മലയാള മനസ്സിന് മനസ്സിലാകാത്ത ഒരു കാര്യം, നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദിയായവരുടെ നേതാക്കൾ തന്നെ ഭരിക്കുന്ന ഇവിടെ അതിന്റെ കീഴിൽ ഉള്ള അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ ഇത് എങ്ങനെ തെളിയും എന്നുള്ളത്. അത് നമ്മുടെ നീതിന്യായ സംവിധാനങ്ങൾക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ അത് കാണാനും കേൾക്കാനും അവർക്ക് ചെവിയും കണ്ണും ഉണ്ടായിരുന്നില്ല എന്നത് നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. അത്രത്തോളം കേസ് അട്ടിമറിക്കപ്പെട്ടു. കാരണം കോടതിയിൽ എത്തുന്ന കാര്യങ്ങൾക്ക് തെളിവുകളും സാക്ഷികളും സാക്ഷിമൊഴികളുമാണ് കോടതിയിൽ വാല്യൂ ഉള്ളതെങ്കിൽ അത് അവിടെ എത്താതിരിക്കാൻ ഇവിടുത്തെ അന്വേഷണ ഏജൻസികളും മറ്റും വേണ്ട വിധം ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെ നീതി കരകാണ കടൽ അകലെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇത് മാത്രമാണോ? ആ കുടുംബം, അതായത് പ്രവീൺ, നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ, അഡ്വക്കേറ്റ് പ്രവീൺ കൊടുത്ത മറ്റൊരു കേസുണ്ട്, ഗൂഢാലോചന കുറ്റം അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട്. ആ കേസ് നവീൻ ബാബു മരണപ്പെട്ട അന്ന് കൊടുത്തതാണ്. കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തുള്ള കേസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. അതായത് ഗൂഢാലോചന അന്വേഷിക്കാനോ ഈ കേസ് തെളിയിക്കാനോ ആർക്കും താല്പര്യമില്ല. പോലീസിനും പരിമിതിയുണ്ട്. കാര്യം പോലീസിനോട് പറയുന്ന പണിയല്ലേ പോലീസിന് എടുക്കാൻ പറ്റുള്ളൂ. കേരള പോലീസിനെ സ്വതന്ത്രമാക്കി വിട്ടാൽ മതി, എല്ലാ കേസും തെളിയും. PP ദിവ്യയും അതുപോലെ മറ്റുള്ളവരും ഒക്കെ നിരപരാധികളാണെന്നുണ്ടെങ്കിൽ അത് പോലീസ് തെളിയിച്ചോളും, കോടതിയിൽ അതനുസരിച്ച് പൊയ്ക്കോളും. പക്ഷെ പോലീസിനെ ആ വിധത്തിൽ അന്വേഷിക്കാൻ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെ സ്വതന്ത്രമായി കൊണ്ടുപോകാൻ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ നേതാക്കളും സമ്മതിക്കുന്നില്ല, പാർട്ടി സംവിധാനങ്ങളും സമ്മതിക്കുന്നില്ല. പിന്നെന്ത് ചെയ്യും? നവീൻ ബാബുവിന്റെ മരണം സംഭവിച്ച് 1 വർഷം പൂർത്തിയാകുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് കുറെ ചോദ്യങ്ങൾ വരുന്നുണ്ട്, ഇതുവരെ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ. അതായത് പ്രശാന്തൻ എന്ന് പറയുന്ന ഒരു പെട്രോൾ പമ്പ് ഉണ്ടാക്കാനായി പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് അയാൾക്ക് പമ്പിന് അനുമതി കൊടുക്കാൻ വേണ്ടി കൈക്കൂലി വാങ്ങി എന്നതാണ് ദിവ്യയുടെ ആദ്യത്തെ ആരോപണമായി ഉണ്ടായിരുന്നത്. ഈ യാത്രയപ്പ് ചടങ്ങിൽ വന്ന് അങ്ങനെ ഒരു സംസാരിക്കാനും ഇങ്ങനെ നവീൻ ബാബുവിനെ അപമാനിക്കാനും തക്കവണ്ണം എന്ത് ബന്ധമാണ് അവർ തമ്മിൽ ഉള്ളത് എന്നതിനെ കുറിച്ച് ഒരു അന്വേഷണം ഇവിടെ നടന്നിട്ടില്ല. അവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന്. അതുപോലെ പ്രശാന്തന്റെ വരുമാനം നോക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ ജോലി കാര്യങ്ങൾ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു പെട്രോൾ പമ്പുമായി ഒരു തരത്തിലും ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ കൈക്കൂലിക്ക് അടിസ്ഥാനപരമായി വരുന്ന പെട്രോൾ പമ്പ് അതിന്റെ യഥാർത്ഥ ഉടമ ആരാണ്? ഈ പറയുന്ന പ്രശാന്തൻ ബിനാമിയാണെന്നുണ്ടെങ്കിൽ അതിനൊരു യഥാർത്ഥ ഉടമ ഉണ്ടാവുമല്ലോ, അതാരാണ്? അല്ലെങ്കിൽ പ്രശാന്തന് അതിനുള്ള വരുമാനം എവിടെ നിന്നാണ്, ആ തുക എവിടെ നിന്നാണ്? യാതൊരു അന്വേഷണവും അത് സംബന്ധിച്ചുണ്ടായില്ല. മാധ്യമങ്ങൾ ചീന്തിപ്പുറത്തിട്ട പ്രശാന്തന്റെ ഒരു പരാതിയുണ്ട്, മുഖ്യമന്ത്രിക്ക് കൊടുത്തു എന്നുള്ള ഒരു പരാതി. ആ പരാതി എവിടെയാണ് തയ്യാറാക്കിയത് എന്നതിനെ കുറിച്ച് യാതൊരു അന്വേഷണവും ഇതുവരെ നടന്നിട്ടില്ല. അത് മാത്രമല്ല, പ്രശാന്തന്റെ ഒപ്പുകൾ, പ്രശാന്തന്റെ പരാതിയിലും അതുപോലെ മറ്റു പലയിടങ്ങളിലുള്ള ഒപ്പുകളെല്ലാം വ്യത്യസ്തമാണ്. അതുപോലെ പേര് പലയിടങ്ങളിലും പല രീതിയിലാണ് പേരെഴുതിയിട്ടുള്ളത്. ഈ കാര്യങ്ങളൊന്നും തന്നെ നവീൻ ബാബുവിന്റെ ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ എവിടെയും ചർച്ചയായില്ല, എവിടെയും തൊട്ടുപോലും നോക്കിയിട്ടില്ല. എന്തുകൊണ്ടാണത് എന്നതിന് ഉത്തരം വേണ്ടേ? പ്രശാന്തന്റേത് എന്ന് പറയപ്പെടുന്ന ആ പെട്രോൾ പമ്പിനെ കണ്ടെത്തിയിട്ടുള്ളത് ഒരു പള്ളിവക സ്ഥലമാണ്. അപ്പോൾ അതിന്റെ ഉടമയുമായി, ആ പള്ളിയ സ്ഥലത്തിന്റെ ഉടമയുമായി ഈ സംസാരിച്ചത് പ്രശാന്ത് തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആണോ? എല്ലാത്തിലും ഉപരി കൈക്കൂലി തുക കൊടുത്തു എന്ന് പറയുന്ന കൈക്കൂലി തുക എത്രയാണെന്ന് അറിയില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, ഈ PP ദിവ്യ എന്ന അന്നത്തെ ആ ശക്തിയായ കണ്ണൂരിലെ നേതാവിന് യാതൊരു പങ്കുമില്ല എന്നുണ്ടെങ്കിൽ അവരെന്തിനാണ് ഒളിവിൽ പോയത്? ഇങ്ങനെ ഒരു കേസ് വന്നതിന് തൊട്ടു പിന്നാലെ അവർ ഒളിവിൽ പോയത് എന്തിന്? അപ്പോൾ ഇത്തരത്തിൽ ഒട്ടേറെ ചോദ്യങ്ങൾ ഇനി ബാക്കി നിൽക്കുന്നുണ്ട്. ഏതായാലും നവീൻ ബാബുവിന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നീതി അകലെയാണ് എന്നത് ഹൈക്കോടതിയിലുള്ള അവരുടെ വക്കീലിന്റെ വാദം കൊണ്ട് തന്നെ മനസ്സിലാക്കി.
അത് മാത്രമല്ല ഈ കേസ് അട്ടിമറിക്കണമെന്ന് പ്രഥമ ദിവസം തന്നെ, ആദ്യ ദിവസം തന്നെ, അതായത് കഴിഞ്ഞ വർഷം 16-ാം തീയതി തന്നെ തീരുമാനിച്ചിരുന്നു. അത് പാർട്ടി തലത്തിൽ തന്നെ തീരുമാനിച്ചു. അതായത് കണ്ണൂരിൽ നിന്ന് നവീൻ ബാബുവിന്റെ ശരീരം ജന്മദേശത്തേക്ക് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ പിന്നെ മറ്റൊരു റീപോസ്റ്റ്മോർട്ടമോ മറ്റൊന്നും സാധിക്കാത്ത വിധം വളരെ പെട്ടെന്ന് തന്നെ കത്തിച്ചു കളയാനുള്ള എല്ലാ നടപടികളും ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് പാർട്ടി നേതൃത്വം പറഞ്ഞുകൊണ്ട് അവരെ വിശ്വസിച്ചുകൊണ്ട് ഇവരങ്ങ് ചെയ്തു കഴിഞ്ഞപ്പോ നവീൻ ബാബുവിന്റെ ശരീരം കരിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ആ പാർട്ടി ഇന്നെവിടെ എന്ന് ചോദ്യം പ്രസക്തമല്ലേ? അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ഈ നാട്ടിൽ ചിലർ ചിലത് തീരുമാനിക്കും. അതിന് ബദൽ അവരോടൊപ്പം പോകണമെന്നുണ്ടെങ്കിൽ അങ്ങ് പോകാം, ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ചിലരുടെ അനുമതി വേണ്ടിവരും. അതുകൊണ്ടാണ് ടി.പി. ചന്ദ്രശേഖരനായാലും നവീൻ ബാബു ആയാലും ആരായാലും കൊല്ലപ്പെടുന്നത്. ആരാണ് ഇവർക്കൊക്കെ നീതി കൊടുക്കുക എന്നത് മാത്രമാണ് നമുക്ക് അറിയേണ്ടത്. Different angles. Don't forget to subscribe and support this channel.